സദ്യക്ക് എല്ലാവരും പുളിയിഞ്ചി കഴിച്ച് കാണുമല്ലോ അല്ലേ? അപ്പോൾ നമുക്കൊരു പുളിയിഞ്ചി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. പുളിയിഞ്ചി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പെട്ടെന്ന് ഉപയോഗിക്കാനും പറ്റും. പുളിയിഞ്ചിക്ക് വേണ്ട സാധനങ്ങൾ 50 ഗ്രാം ഇഞ്ചി കനം കുറച്ചരിഞ്ഞത്, വളരെ കനം കുറച്ചരിയണം കേട്ടോ, എങ്കിലേ അത് മൂത്ത് കിട്ടുകയുള്ളൂ. പിന്നെ ഒരു കഷ്ണം ശർക്കര, ഒരു 20 ഗ്രാം അത്ര തന്നെ പുളി, 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഉലുവാപ്പൊടി, 1/2 സ്പൂൺ കായപ്പൊടി, ഉപ്പ്, 5 പച്ചമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ, അത്രയേ വേണ്ടൂ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കട്ട് ചെയ്ത ഇഞ്ചി ഇടുക. നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വറുത്ത വെളിച്ചെണ്ണയിലേക്ക് ആ മുളക് 1 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. മുളക് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് മുളക് മൂത്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഈ പുളിയെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. നന്നായി പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. അതുപോലെ ഈ ശർക്കരയെ ഒന്ന് കുത്തി ജസ്റ്റ് പൊടിഞ്ഞ് ക്രഷ് ചെയ്ത് വയ്ക്കാം. അത് കിട്ടാൻ എളുപ്പമാണ്. നമ്മുടെ മുളക് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, വറുത്ത് കോരി വെച്ച ഇഞ്ചി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അത് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഈ പിഴിഞ്ഞ് വെച്ച പുളി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൽ പുളി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. ശർക്കര ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് അലിച്ച് ഇളക്കി നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സായി വരുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പില്ലാതെ എന്ത് ടേസ്റ്റാണ് കറിക്കല്ലേ. അങ്ങനെ നമ്മുടെ പുളിയിഞ്ചിയുടെ തയ്യാറായിരിക്കുകയാണ്. ഒന്ന് ഉപ്പ് നോക്കാം. ഉപ്പെല്ലാം പാകമാണ്. അപ്പോൾ നമുക്കിനി ഇത് സ്റ്റവ് ഓഫ് ചെയ്യാം. വറവിടാനുള്ള ഒരു പാൻ എടുത്ത് അതിൽ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്ക് മുളക് ഒരു 4 പീസാക്കി കട്ട് ചെയ്ത് വയ്ക്കാം. ആ മുളക് ഒന്നിട്ട് കൊടുക്കാം. ഉലുവ മൂത്ത് ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് ഇളക്കി മൂപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് പുളിയിഞ്ചിയിലേക്ക് ചേർക്കാനുള്ള വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറവ് പുളിയിഞ്ചിയിലേക്ക് ചേർക്കാം. അപ്പം നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പുളിയിഞ്ചി ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഒരു 8 പേർക്ക് നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്.
നല്ല സ്വാദിഷ്ടമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ബായ്, ഇനിയും കാണാം.